ഹായ് ഹലോ എല്ലാ പ്രിയ കൂട്ടുകാർക്കും ബ്രൂസ്ലി പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിവിടെ വന്നിട്ടുള്ള നമ്മുടെ മന്ത്ലി PYQമായിട്ടാണ്. നമ്മുടെ സെപ്റ്റംബർ മാസം അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ സെപ്റ്റംബർ മാസം PSC നടത്തിയിട്ടുള്ള എക്സാമുകളും അതുപോലെ PSC ഫൈനൽ കീ പുറപ്പെടുവിച്ചിട്ടുള്ള എക്സാമുകളുടെയും ഹിസ്റ്ററി വിഭാഗത്തിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് ഇന്നിവിടെ നോക്കാൻ പോകുന്നത്. ഓക്കെ, അതായത് PSCയുടെ ഏറ്റവും പുതിയ ട്രെൻഡ് അനുസരിച്ചുള്ള ഈ മാസം PSC നടത്തിയിട്ടുള്ള എല്ലാ എക്സാമുകളുടെയും ഫൈനൽ കീ വന്നതിന് ശേഷം നമ്മുടെ PSCയുടെ പ്രൊഫഷണൽ കീയുടെ കാര്യം നിങ്ങൾക്കറിയാം. ഒട്ടുമിക്ക ക്വസ്റ്റ്യൻസും അവർ തെറ്റാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം ഫൈനൽ കീ നോക്കുന്നതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഉചിതം. കാരണം PSCയുടെ തന്നെ അന്തിമ ഉത്തര സൂചികയാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ അതനുസരിച്ച് അത് വന്നിട്ടുള്ള എക്സാമുകളുടെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മളൊന്ന് ക്രോഡീകരിച്ച് ഓരോ സബ്ജക്റ്റ് വൈസ് നമ്മളിവിടെ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുകയാണ്. അപ്പം എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. PSCയുടെ ഏറ്റവും പുതിയ ട്രെൻഡാണ്. അപ്പോൾ അതനുസരിച്ച് നമുക്ക് പഠിച്ചാലേ നമുക്ക് നല്ലൊരു റാങ്കിലേക്ക് വരാൻ പറ്റൂ. ഓക്കെ, എത്രത്തോളം പഠിക്കുന്നു എന്നതിലല്ല കാര്യം, എത്രത്തോളം നമ്മുടെ ഇൻ്റലിജൻസ് PSCയുടെ ടെക്നിക്ക് ഉപയോഗിച്ച് PSC ഏത് വഴിക്കാണോ ഒഴുകിപ്പോകുന്നത് അതേ ഒഴുക്കിൻ്റെ കൂടെ നമ്മൾ നീന്തിപ്പോയാലേ നമുക്കും രക്ഷയുള്ളൂ. ഓക്കെ, വാരി വലിച്ച് പഠിക്കാതെ PSCയുടെ ഒഴുക്കിൻ്റെ കൂടെ ഒഴുകിപ്പോകണം. അപ്പോൾ അതിന് വേണ്ടിയുള്ള ഒരു ശ്രമമാണ് സെപ്റ്റംബർ മാസം PSC നടത്തിയിട്ടുള്ള എക്സാമുകളും ഫൈനൽ കീ വന്നിട്ടുള്ള എക്സാമുകളുടെയും അത് നമ്മുടെ ഹിസ്റ്ററി വിഭാഗത്തിനുള്ള ചോദ്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും. പക്ഷേ അതും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ കൂടി ഒന്ന് അറിയിക്കുക. കാരണം കമൻറ്റൊക്കെ ചെയ്താലേ നമുക്കും ഇതേപോലെ വീഡിയോസൊക്കെ ചെയ്യാനുള്ള ഒരു പ്രചോദനം വരും. ഓക്കെ, അത്രയേ ഉള്ളൂ. അതുപോലെ തന്നെ കൂട്ടുകാരിലേക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് നോക്കാം. നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്നത് നമ്മുടെ ഒരു ഹയർ സെക്കൻഡറി ടീച്ചറിൻ്റെ എക്സാം ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അവയുടെ ഏതാണ് അവയുടെ ഹിസ്റ്ററി വിഭാഗത്തിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശ്രീ നാരായണ ഗുരുവുമായി ബന്ധപ്പെടാത്തത് ഏതെന്നാണ്? ഏതാണ് ശ്രീ നാരായണ ഗുരുവുമായി ബന്ധപ്പെടാത്തത്? ഏതാണ്? ശ്രീ നാരായണ ഗുരുവിൻ്റെ കൃതികൾ ഏതൊക്കെയാണ്? നിങ്ങൾക്കറിയാം, ആത്മോപദേശ ശതകം PSCയുടെ സ്ഥിരം ക്വസ്റ്റ്യനാണ്. അതുപോലെ ദർശനമാല. ഓക്കെ, അപ്പോൾ Aയും Dയും ഉണ്ടെന്നറിയാം. അതുപോലെ ഇപ്പം ഓപ്ഷൻ B ആണ് വരണം. ഓക്കെ, Bയും Cയും ആണ് ബന്ധപ്പെടാത്തത്. ഓക്കെ, അപ്പോൾ ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രധാനപ്പെട്ട കൃതികളാണ് ആത്മോപദേശ ശതകം, ദർശനമാല. ഈ ശതകം വച്ചിട്ടുള്ള മറ്റ് കൃതികളുണ്ടല്ലോ, ഏതൊക്കെയാണ്? ശ്രീനാരായണ ഗുരുവിൻ്റെ തന്നെ ശതകം വച്ചിട്ടുള്ള കുറേ കൃതികളുണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് ആത്മോപദേശക ശതകം നമ്മളിവിടെ പറഞ്ഞു. പിന്നെ ശിവശതകം, അതും ശ്രീനാരായണ ഗുരുവിൻ്റെയാണ്. ഓക്കെ, ശിവശതകം. അതുപോലെ തന്നെ ദൈവദശകവും ശ്രീനാരായണ ഗുരുവിൻ്റെയാണ്. അനുകമ്പാദശകം, അതും ശ്രീനാരായണ ഗുരുവിൻ്റെയാണ്. അപ്പോൾ ഈ ദശകം വച്ചിട്ടും ജസ്റ്റ് ഒന്ന് നോക്കി വയ്ക്കുക. ശതകം ദശകം രണ്ട് വ്യത്യാസമാണ്, ജസ്റ്റ് ഒരു കണക്ഷൻ ഉള്ളതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. ആത്മോപദേശ ശതകം, ശിവശതകം, ദൈവദശകം, അനുകമ്പ ദശകം. ഓക്കെ, ഈ 4 കൃതികളൊന്ന് നോക്കി വയ്ക്കുക. അതുപോലെ തന്നെ ദർശനമാല നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കേൾക്കുന്ന മറ്റൊരു കൃതിയാണ് ജാതിമീമാംസ. ആരുടെയാണ്? അത് നാരായണ ഗുരുവിൻ്റെയാണ്. ഓക്കെ, ജാതിമീമാംസ ശ്രീനാരായണ ഗുരുവിൻ്റെയാണ്. വേദാന്ത സൂത്രം ആരുടെ എന്ന് കേട്ടിട്ടുണ്ട്? ഓക്കെ, ഇവിടെ വേദാന്ത സംഗ്രഹം എന്നാണ് കേട്ടിട്ടില്ല, വേദാന്ത സൂത്രമാണ് ആരുടെ? നമ്മുടെ ശ്രീനാരായണ ഗുരുവിൻ്റെ. ഓക്കെ, വേദാന്ത സൂത്രം. ഓക്കെ, വേദാന്ത സൂത്രം ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതിയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ് ജാതിമീമാംസ ശ്രീനാരായണ ഗുരുവിൻ്റെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ജാതി ലക്ഷണവും ശ്രീനാരായണ ഗുരുവിൻ്റെയാണ്. ജാതി നിർണയം എന്ന കൃതിയും ശ്രീനാരായണ ഗുരുവിൻ്റെയാണ്. ഓക്കെ, ജാതി വെച്ച് 3 കൃതിയുണ്ട്: ജാതിമീമാംസ, ജാതി ലക്ഷണം, ജാതി നിർണയം. അതുപോലെ തന്നെ ദർശനമാല ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ശതകം വച്ചും ദശകം വച്ചും 4 കൃതികൾ: ആത്മോപദേശ ശതകം, ശിവശതകം, ദൈവദശകം, അനുകമ്പ ദശകം. ഓക്കെ, അനുകമ്പ ദശകം. ഓക്കെ, അപ്പോൾ ഇത്രയും കൃതികളൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വയ്ക്കുക. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത ചോദ്യമാണ്, സാധുജന പരിപാലന സംഘം രൂപീകരിച്ച വർഷം എന്നാണ്? സാധുജന പരിപാലന സംഘം 1907 ആണ്. ഓക്കെ, 1907 ആരുടെ നേതൃത്വത്തിലാണ്? നമ്മുടെ അയ്യങ്കാളിയുടെയാണ്. ഓക്കെ, സാധുജന പരിപാലന സംഘം രൂപീകരിച്ചത് അയ്യങ്കാളിയുടെ നേതൃത്വത്തിലാണ്. 1907 ആണ് വർഷം. അയ്യങ്കാളി ജനിച്ച വർഷം എന്നാണ്? അയ്യങ്കാളി ജനിച്ച വർഷം 1863 ആണ് കേട്ടോ. അയ്യങ്കാളി ജനിച്ചത് 1863. അപ്പോൾ 1893 പ്രത്യേകത എന്തോന്നാണ്?
1863 അയ്യങ്കാളി ജനിച്ചു. 30 വർഷങ്ങൾക്ക് ശേഷമാണ് അയ്യങ്കാളി വില്ലുവണ്ടി സമരം നടത്തിയത്. ഓക്കെ, വില്ലുവണ്ടി യാത്ര 1893 2 വർഷം കണക്ട് ചെയ്ത് വയ്ക്കുക. 1863 1893. ഓക്കെ, 1863 ജനിക്കുന്ന അയ്യങ്കാളി 1893 30ാമത്തെ ബർത്ത്ഡേ അന്ന് വില്ലുവണ്ടി വലിക്കാൻ പോയി, വില്ലുവണ്ടി യാത്ര. ഓക്കെ, അതുപോലെ തന്നെ 1907 സാധുജന പരിപാലന സംഘം. ഓക്കെ, സാധുജന പരിപാലന സംഘം 1907 സാധുജന പരിപാലന സംഘം. 1909 എന്തോന്നാണ് അപ്പോൾ പ്രത്യേകത? കർഷക സമരം അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ നടത്തി. ഓക്കെ, കർഷക സമരം 1909 കർഷക സമരം. 1912 എന്തോന്നാണ്? നെടുമങ്ങാട് ചന്തലഹള. ഓക്കെ, ഇത് ഓർത്ത് എളുപ്പമുണ്ടെന്നാണ്. നമ്മൾ ചന്തയിൽ പോയിട്ട് എന്ത് ചെയ്യണേ? 1 2 പറഞ്ഞ് കടി വയ്ക്കുന്ന ഓർത്താൽ മതി. ഓക്കെ, 1 2 കേസുകൾ പറഞ്ഞ് അടി വയ്ക്കും. 1 2 1 2 1 2 പറഞ്ഞ് ചന്തയിൽ ഇരുന്ന് അടി വയ്ക്കുന്ന ഓർത്താൽ മതി. 1912 അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ നെടുമങ്ങാട് ചന്തലഹള 1912. 1909 കർഷക ലഹള. ഓക്കെ, പിന്നെ 1863 ജനിച്ചെന്ന് പറഞ്ഞു. മരിച്ചതെന്നാണ് അപ്പം 1941. ഓക്കെ, 1941 മരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യനാണ്, താഴെ പറയുന്നവർ നിവർത്തന പ്രക്ഷോഭത്തിൽ പങ്കെടുക്കാത്തത് ആരെന്നാണ്? ആരാണ് നിവർത്തന പ്രക്ഷോഭത്തിൽ പങ്കെടുക്കാത്തത്? ആരാണ് പങ്കെടുക്കാത്തത്? ഓപ്ഷൻ സി ആണ്. ഓക്കെ, മന്നത്ത് പത്മനാഭനാണ് പങ്കെടുക്കാത്തത്. ഓക്കെ, പങ്കെടുക്കാത്തത്. അപ്പോൾ സി കേശവൻ പങ്കെടുത്തിട്ടുണ്ട്, പി കെ കുഞ്ഞു പങ്കെടുത്തിട്ടുണ്ട്, എൻ വി ജോസഫ് പങ്കെടുത്തിട്ടുണ്ട്. ഓക്കെ, 1932 തിരുവിതാംകൂറിലെ ഭരണപരിഷ്കാരങ്ങളോട് ഉള്ള പ്രതിഷേധവുമായി ആരംഭിച്ച പ്രക്ഷോഭമാണ് നിവർത്തന പ്രക്ഷോഭം. ഓക്കെ, നിവർത്തനം 1932 തിരുവിതാംകൂറിലെ ഭരണപരിഷ്കാരങ്ങളോടുള്ള പ്രതിഷേധവുമായിട്ട് തുടങ്ങിയ പ്രവർത്തനമാണ്. അതുപോലെ തന്നെ നിവർത്തനം എന്ന വാക്കിൻ്റെ ഉപജ്ഞാതാവ് ആരെന്ന് കേട്ടിനാൽ IC ചാക്കോയാണ്. ഓക്കെ, കേട്ടിട്ടുള്ളതാണ് BSc കേട്ടോ. നിവർത്തനം എന്ന വാക്കിൻ്റെ ഉപജ്ഞാതാവ് IC ചാക്കോ. അതേപോലെ തന്നെ നിവർത്തന പ്രക്ഷോഭത്തിൻ്റെ മുഖപത്രം, ഇതും BSc കേട്ടിട്ടുള്ളതാണ്, കേരള കേസരി. ഓക്കെ, കേരള കേസരി. കേരളത്തിൽ സാമുദായിക സംവരണത്തിന് കാരണമായ പ്രക്ഷോഭം, ഇതും കേട്ടിട്ടുള്ള പോയിൻ്റാണ്, നിവർത്തന പ്രക്ഷോഭം. ഓക്കെ, കേരളത്തിൽ സാമുദായിക സംവരണത്തിന് കാരണമായ പ്രക്ഷോഭം നിവർത്തന പ്രക്ഷോഭം. ഏത് സമരവുമായി ബന്ധപ്പെട്ടാണ് കോഴഞ്ചേരി പ്രസംഗം നടത്തിയതെന്ന് BSc കേട്ടിട്ടുണ്ട്. നിവർത്തന പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടാണ് കോഴഞ്ചേരി പ്രസംഗം. ഇതിൻ്റെ വർഷം കേട്ടിട്ടുണ്ട്, 1935. ഇതിൻ്റെ നേതാവ് ആരെന്ന് കേട്ടിട്ടുണ്ട്? സി കേശവനാണ്. ഓക്കെ, ഇത്രയും പോയിന്റുകളൊന്ന് ഓർത്ത് വയ്ക്കുക. അതുപോലെ തന്നെ തിരുവിതാംകൂറിൽ PSc രൂപീകരിക്കാൻ കാരണമായതും എന്താണ്? നിവർത്തന പ്രക്ഷോഭമാണ്. PSc രൂപീകരിച്ചത് 1936. ഓക്കെ, തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപീകരിച്ചത് 1936. അതുപോലെ തന്നെ സാമുദായിക സംവരണത്തിന് കാരണമായ പ്രക്ഷോഭം നിവർത്തന പ്രക്ഷോഭമാണ്. ഈ പറഞ്ഞ പോയിന്റുകളെല്ലാം PYQ പോയിന്റുകളാണ്. ഓക്കെ, ഞാൻ നോട്ടിൽ എഴുതി വെച്ചിരുന്ന പോയിന്റുകളാണ്. ഇതെല്ലാം PYQ പോയിന്റാണ്. അപ്പോൾ ഒന്നുകൂടി പറഞ്ഞുതരാം. 1932 തിരുവിതാംകൂറിലെ ഭരണപരിഷ്കാരങ്ങളോടുള്ള പ്രതിഷേധമായി നടന്ന പ്രക്ഷോഭമാണ് നിവർത്തന പ്രക്ഷോഭം. നിവർത്തനം എന്ന വാക്കിൻ്റെ ഉപജ്ഞാതാവ് IC ചാക്കോ. ഇതിൻ്റെ മുഖപത്രം കേരള കേസരി. സാമുദായിക സംവരണത്തിന് കാരണമായ പ്രക്ഷോഭം നിവർത്തന പ്രക്ഷോഭം. നിവർത്തന പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് തന്നെ കോഴഞ്ചേരി പ്രസംഗം സി കേശവനാണ്. സി കേശവൻ കോഴഞ്ചേരി പ്രസംഗം നടത്തിയത് 1935. തിരുവിതാംകൂർ PSc രൂപീകരിച്ചതും 1936. ഓക്കെ, 96ാമത്തെ ചോദ്യം, കയർ വ്യവസായവുമായി ബന്ധപ്പെട്ട കേരളത്തിലെ ആദ്യ തൊഴിലാളി പ്രസ്ഥാനം ഏതാണ്? കയർ വ്യവസായവുമായി ബന്ധപ്പെട്ട് തിരുവിതാംകൂറിലെ ആദ്യത്തെ തൊഴിലാളി പ്രസ്ഥാനം ഓപ്ഷൻ ബി ആണ്, തിരുവിതാംകൂർ ലേബർ അസോസിയേഷനാണ്. ഓക്കെ, തിരുവിതാംകൂർ ലേബർ അസോസിയേഷനാണ്. ഇത് രൂപീകരിച്ച വർഷം 1922. പക്ഷേ രൂപീകരിച്ച ആരെന്ന് PSc കേട്ടിട്ടുണ്ട്? അത് വാടപ്പുറം ബാവയാണ് കേട്ടോ. PSc കേട്ടിട്ടുള്ള ക്വസ്റ്റ്യനാണ്, ബാവ. ഓക്കെ, ഈ ലേറ്റസ്റ്റ് ഇടയ്ക്ക് അതൊരു എക്സാമിന് കേട്ടതാണ്, വാടപ്പുറം ബാവ. 1922. ഓക്കെ, 1922 കേരളത്തിലെ ആദ്യത്തെ തൊഴിലാളി യൂണിയനായ തിരുവിതാംകൂർ ലേബർ അസോസിയേഷൻ രൂപീകരിച്ചത് 1922 വാടപ്പുറം ബാവ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനാണ്, കേരള സിംഹം എന്നറിയപ്പെടുന്നത് നമ്മുടെ പഴശ്ശിരാജാവ്. ഓക്കെ, പഴശ്ശിരാജാവ്. SNDP യോഗത്തിൻ്റെ ആദ്യ ജനറൽ സെക്രട്ടറി ആരാണ്? SNDP യോഗത്തിൻ്റെ ആദ്യ ജനറൽ സെക്രട്ടറി N കുമാരനാശാൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യനാണ്, താഴെ തന്നിട്ടുള്ളവയിൽ തെറ്റായ ജോഡി കണ്ടെത്താനാണ്. ഹെർമൻ ഗുണ്ടർട്ട്, ഫാദർ ക്ലെമൻറ്റ്, അർണോസ് പാതിരി,
പാറമേക്കാൽ തോമാ കത്തനാർ. ഇത് PSC ക്യാൻസലാക്കിയിട്ടുള്ള ചോദ്യമാണ്. അപ്പം നമുക്ക് സ്കിപ്പ് അടിക്കാം. രണ്ടാമത്തെ ചോദ്യമാണ്. താഴെ തന്നിട്ടവരിൽ കാലഗണ അനുസരിച്ച് ക്രമപ്പെടുത്താനാണ് ഗുരുവായൂർ സത്യാഗ്രഹം, പാലിയം സത്യാഗ്രഹം, ചാന്നാർ ലഹള, കുട്ടൻകുളം സമരം. ഏതാണ് ഫസ്റ്റ് പറഞ്ഞത്? ഏതാണ്? എന്താണ് ഫസ്റ്റ്? നമുക്ക് ഗുരുവായൂർ സത്യാഗ്രഹം നോക്കാം. വർഷം എന്താണ്? ഗുരുവായൂർ സത്യാഗ്രഹം 1931 ഗുരുവായൂർ സത്യാഗ്രഹം. പാലിയം സത്യാഗ്രഹം എന്നാണ് വർഷം? പാലിയം 1947 പാലിയം സത്യാഗ്രഹം 47. ചാന്നാർ ലഹള 1859. കുട്ടംകുളം സമരം എന്നാണ്? 1946. ഓക്കെ, 1946 കുട്ടംകുളം സമരം. അപ്പോൾ ഇതിനെ ഓർഡർ ചെയ്യുമ്പം ഇത് വരും, ഇത് ഫസ്റ്റ് വരും. 3 പറഞ്ഞത് ഫസ്റ്റ്. പിന്നെ വരുന്നത് 1931 ഗുരുവായൂർ സത്യാഗ്രഹം. പിന്നെ രണ്ടാമത് ഏതാണ്? കുട്ടംകുളം സമരം. അപ്പോൾ ഓപ്ഷൻ എ ആണ്. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം ഓപ്ഷൻ എ ആണ് ഉത്തരം. മൂന്നാമത്തെ ചോദ്യമാണ്. ചേരുംപടി ചെറുക്കാനാണ് നമ്മുടെ ഇടയ്ക്ക് PSC ഇപ്പം കേൾക്കുന്നതാണ്, ലേറ്റസ്റ്റ് ആയിട്ട് കേൾക്കുന്നതാണ് നമ്മുടെ വിപ്ലവങ്ങളും അവയുടെ സ്ഥലങ്ങളും. ഓക്കെ, നേതാക്കളുടെ സ്ഥലങ്ങൾ ഏതാണ്? ബറേലിയിൽ ആരാണ്? ബറൌട്ട് പർഗാന. ഫൈസാബാദിൽ ആരാണ്? ബീഹാറിൽ ആരാണ്? ഏതാണ്? ബറേലിയിൽ ആരാണ്? ഖാൻ ബഹദൂർ ഖാൻ. ഓക്കെ, ഖാൻ ബഹദൂർ ആണ്. അതേപോലെ ബറൌട്ട് പർഗാനയിൽ ആരാണ്? ഷാമലാണ്. ഓക്കെ, ഷാമൽ. അതേപോലെ ഫൈസാബാദിൽ ആരാണ്? മൗലവി അഹമ്മദുള്ള. ഓക്കെ, പൈസ ഉള്ളവർക്കൊക്കെ നല്ല അഹമ്മദ് ഉണ്ടെന്ന് ഓർത്താൽ മതി. ബീഹാറിൽ ആരാണ്? ബീഹാറിൽ കൻവർ സിംഗ്. ഓക്കെ, ബീഹാറിൽ കൻവർ സിംഗ്. ലക്നൌവിലാണ് ബീഗം ഹസ്രത്ത് മഹൽ. ഓക്കെ, ലക്നൌവിലാണ് ബീഗം ഹസ്രത്ത് മഹൽ. ഓപ്ഷൻ എ ആണ് ഉത്തരം. ഓപ്ഷൻ എ ആണ് ഉത്തരം. അടുത്ത ചോദ്യം. മഹാത്മാഗാന്ധി അധ്യക്ഷത വഹിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനം ഏതെന്നാണ്? ഏതാണ് ഗാന്ധിജി അധ്യക്ഷത വഹിച്ച കോൺഗ്രസ് സമ്മേളനം? 1924 ബെൽഗ്രാം സമ്മേളനമാണ്. ഓക്കെ, 1924 ബെൽഗ്രാം സമ്മേളനത്തിലാണ്. 1907 സൂററ്റ് സമ്മേളനത്തിൻ്റെ പ്രത്യേകത എന്താണ്? 1907 സൂററ്റ് സമ്മേളനം റാഷ് ബിഹാരി ഘോഷായിരുന്നു അതിൻ്റെ പ്രസിഡൻറ്റ് ആ സമയത്തുള്ളത്. കോൺഗ്രസ്സിൽ മിതവാദികളും തീവ്രവാദികളും തമ്മിലുള്ള പിളർപ്പുണ്ടായത് 1907 സൂററ്റ് സമ്മേളനത്തിലാണ്. സംഭവം നടക്കുമ്പോഴുള്ള പ്രസിഡൻറ്റ് റാഷ് ബിഹാരി ഘോഷാണ്. ഓക്കെ, അതുപോലെ തന്നെ ഇത് രണ്ടും വീണ്ടും വന്ന് ഒരുമിച്ച് ലയിച്ചത് 1916 ലക്നൗ സമ്മേളനമാണ്. ഓക്കെ, അവർ ലയിച്ചപ്പോൾ നമുക്കൊരു ലക്കുണ്ടായി എന്ന് ഓർത്താൽ മതി. ഓക്കെ, അതായത് 1907 സൂററ്റ് സമ്മേളനത്തിൽ വെച്ചാണ് മിതവാദികളും തീവ്രവാദികളും തമ്മിൽ പിളർപ്പുണ്ടാകുന്നത്. ഇരു കൂട്ടരും തമ്മിൽ വീണ്ടും ലയനമുണ്ടായത് 1916 ലക്നൗ സമ്മേളനത്തിലാണ്. ലക്നൗ സമ്മേളനത്തിൻ്റെ പ്രസിഡൻറ്റ് MC മജുംദാർ ആയിരുന്നു. ഓക്കെ, ലക്ക് ഒരു ഭാഗ്യമുള്ളതുകൊണ്ടാണ് എല്ലാവരും രണ്ടുപേരും കൂടി ഒരുമിച്ച് ചേർന്നതെന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. അങ്ങനെ പിന്നെ പറഞ്ഞു 1924 നമ്മുടെ ഗാന്ധിജി പ്രസിഡൻ്റ് ആകുന്നത്. നെഹ്റു എപ്പോഴാണ് INCയുടെ പ്രസിഡൻ്റ് ആകുന്നത് ആദ്യമായിട്ട്? നെഹ്റു 1929 ലാഹോർ സമ്മേളനമാണ്, അറിയായിരിക്കും. 1929 ലാഹോർ സമ്മേളനം. ഇനി 1938 ഹരിപുര സമ്മേളനത്തിൻ്റെ പ്രത്യേകത എന്താണ്? 1938 ഹരിപുര സമ്മേളനത്തിൻ്റെ പ്രത്യേകത നമ്മുടെ സുഭാഷ് ചന്ദ്രബോസ് ആദ്യമായിട്ട് കോൺഗ്രസ് പ്രസിഡൻ്റ് ആകുന്നത് 1938 ഹരിപുര സമ്മേളനത്തിലാണ്. അതുകൂടി ഒന്ന് ഓർത്ത് വയ്ക്കാം. 1938 ഹരിപുര സമ്മേളനത്തിൽ സുഭാഷ് ചന്ദ്രബോസാണ്. അടുത്ത ചോദ്യം. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല ആരുടെയാണ്? സ്ഥിരം ചോദ്യമാണ്, നമ്മുടെ അമേരിക്കനാണ്. ഇന്ത്യയിൽ ആദ്യമായി യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി സ്വന്തമാക്കിയ നഗരം? കറണ്ട് അഫയേഴ്സിൽ പറഞ്ഞാണ്, ലേറ്റസ്റ്റ് ചോദ്യമാണ്. ഇന്ത്യയിൽ ആദ്യമായി യുനെസ്കോയുടെ സാഹിത്യ പദവി സ്വന്തമാക്കിയ നഗരം നമ്മുടെ കോഴിക്കോടാണ്. ഓക്കെ, കോഴിക്കോട്. ആരാണ്? നാറ്റോ സൈനിക സഖ്യത്തിൻ്റെ സെക്രട്ടറി ജനറൽ ജെൻസ് സ്റ്റോൾട്ടൻബർഗ് ആണ്. ഓക്കെ, ജെൻസ് സ്റ്റോൾട്ടൻബർഗ് ആണ്. നാറ്റോ എന്നാണ് രൂപീകരിച്ചത്? നാറ്റോ 1949 49 ഏപ്രിൽ 4 ഓക്കെ, 1949 ഏപ്രിൽ 4 നാറ്റോ എന്ന സൈനിക സഖ്യം രൂപീകരിച്ചത്. അടുത്ത ചോദ്യമാണ്. താഴെ പറയുന്ന 2 പ്രസ്താവനകൾ പരിഗണിക്കാനാണ്. നമ്മുടെ ഭൂപരിഷ്കരണവുമായി ബന്ധപ്പെട്ടാണ്. സ്റ്റേറ്റ്മെൻറ്റുകൾ വായിച്ചു നോക്കുക. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റാണ്. കേരള ഭൂപരിഷ്കരണ നിയമം പാസ്സാക്കിയപ്പോൾ മുഖ്യമന്ത്രി C. പട്ടം താണുപിള്ള ആയിരുന്നു.
അടുത്തത് 1763 കേരള ഭൂപരിഷ്കരണ നിയമത്തിൽ ഭൂ ഉടമസ്ഥയിൽ പരിധി നിശ്ചയിക്കൽ, മിച്ച ഭൂമികൾ നൽകൽ, കുടിയാധാരം നിർത്തലാക്കൽ, കൃഷി ചെയ്യുന്ന കുടിയാന്മാർക്ക് ഭൂമിയുടെ ഉടമസ്ഥാവകാശം നൽകൽ എന്നിവയുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകൾ ഉണ്ടായിരുന്നു. ഇതിലേതാണ് സ്റ്റേറ്റ്മെൻറ്റാണ് ശരിയോ തെറ്റ്? ഇതിലേതാണ് ശരിയായിട്ടുള്ള തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്? ഓപ്ഷൻ ഡി ആണ് കേട്ടോ. 1 തെറ്റ് 2 ശരിയാണ്. കേരള ഭൂപരിഷ്കരണ നിയമം പാസ്സാക്കിയതെന്നാണ് 1969. 69 ആരായിരുന്നു അന്നത്തെ മുഖ്യമന്ത്രി? ആർ ശങ്കർ ആയിരുന്നു കേട്ടോ. ആർ ശങ്കർ ആയിരുന്നു. 1969 കേരള ഭൂപരിഷ്കരണ നിയമം പാസ്സാക്കിയത്. ആ സമയത്തുള്ള മുഖ്യമന്ത്രി എന്ന് പറയുന്നത് ആർ ശങ്കർ ആയിരുന്നു. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. ഇനി 1970 കേരള ഭൂപരിഷ്കരണ നിയമം നിലവിൽ വന്നപ്പോഴുള്ള മുഖ്യമന്ത്രി ആരെന്ന് കേട്ടുകഴിഞ്ഞാൽ അത് സി അച്യുതമേനോനാണ്. ഓക്കെ, സി അച്യുതമേനോനാണ്. ഇനി 1963 ഒരു ഭൂപരിഷ്കരണ നിയമം പാസ്സാക്കിയിട്ടുണ്ട്. ആ സമയത്തുള്ള മുഖ്യമന്ത്രി ആരെന്ന് കേട്ടുകഴിഞ്ഞാലും ആർ ശങ്കർ തന്നെയാണ് കേട്ടോ. ഇതിൽ കുറേ നിയമങ്ങളൊക്കെ വന്നിട്ടുണ്ട്, ഭേദഗതിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പം 63 നിയമം വന്ന് പ്രസിഡൻ്റ് ആരെന്ന് കേട്ടുകഴിഞ്ഞാലും ആർ ശങ്കർ തന്നെയാണ്. 69 കേരള ഭൂപരിഷ്കരണ നിയമം പാസ്സാക്കിയതും ആർ ശങ്കർ തന്നെയാണ്. പക്ഷേ 1970 ജനുവരി 1 കേരള ഭൂപരിഷ്കരണ നിയമം നിലവിൽ വന്നപ്പോഴുള്ള മുഖ്യമന്ത്രി സി അച്യുതമേനോനാണ്. അടുത്ത ചോദ്യമാണ്. അടുത്തൊരു ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. സിമ്പിളാണ്, ജസ്റ്റ് ഒന്ന് വായിച്ച് പറഞ്ഞുതരാം, പേടിക്കുന്ന വേണ്ട. കുറച്ച് ക്വസ്റ്റ്യൻസേ ഉള്ളൂ. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ് എടുത്തത്. വിച്ച് എമംഗ് ദി ഫോളോയിങ് ന്യൂസ് പേപ്പേഴ്സ് വാസ് വെയർ സ്റ്റാർട്ടഡ് ബൈ ഹെർമൻ ഗുണ്ടർട്ട് സ്റ്റാർട്ട് ചെയ്ത ന്യൂസ് പേപ്പർ ഏതൊക്കെയാണ് നോക്കിയാൽ മതി, കിട്ടാവുന്ന ഉത്തരവേ ഉള്ളൂ. രാജ്യസമാചാരം ഏതാണ്? ഓപ്ഷൻ സി ആണ്. ഓക്കെ, പശ്ചിമോദയം, രാജ്യസമാചാരം. ഓക്കെ, ഓപ്ഷൻ സി ആണ്. രാജ്യസമാചാരം, പശ്ചിമോദയം, ഓപ്ഷൻ സി ആണ്. രണ്ടാമത്തെ ചോദ്യമാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് പേഴ്സ് കറക്റ്റ്ലി മാച്ച്ഡ്? കറക്റ്റായിട്ടുള്ള മാച്ച് ചെയ്ത പേഴ്സ് ഏതെന്നാണ്? സമത്വ സമാജം ആരെന്നാണ്? പ്രത്യക്ഷരക്ഷ ദൈവസഭ, സഹോദര പ്രസ്ഥാനം, ബാലസമുദായ പരിഷ്കാരണി സഭ ആരാണ്? ഏതാണ്? സമത്വ സമാജം നമ്മുടെ വൈകുണ്ഠസ്വാമി ഉണ്ടെന്നറിയാം. അടുത്ത് നോക്കേണ്ടതാണ് പ്രത്യക്ഷരക്ഷ ദൈവസഭ ആരാണ്? 1909 പൊയ്കേൽ യോഹനാൻ്റെയാണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ്. ഓക്കെ, സഹോദര പ്രസ്ഥാനം ആരാണ്? സഹോദരൻ അയ്യപ്പൻ അഥവാ സഹോദര പ്രസ്ഥാനം സഹോദരൻ അയ്യപ്പൻ സ്റ്റാർട്ട് ചെയ്തതാണ്. ബാലസമുദായ പരിഷ്കരണി സഭ ആരാണ് സ്ഥാപിച്ചത്? ബാലസമുദായ പരിഷ്കരണി സഭ കേരളത്തിലെ എബ്രഹാം ലിങ്കൺ എന്നൊക്കെ അറിയപ്പെടുന്ന പണ്ഡിറ്റ് കറുപ്പൻ്റെയാണ്. ഓക്കെ, പണ്ഡിറ്റ് കറുപ്പൻ്റെയാണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ്. ഓക്കെ, 1ഉം 2ഉമാണ് കറക്റ്റ്. പ്രത്യക്ഷരക്ഷ ദൈവസഭ, പൊയ്കേൽ യോഹന്നാൻ, സമത്വ സമാജം, വൈകുണ്ഠസ്വാമി. പ്രത്യക്ഷരക്ഷ സഭയുടെ ജസ്റ്റ് 1909 കേട്ടോ. 1909 ഈ പി ഉണ്ടല്ലോ, പ്രത്യക്ഷരക്ഷ, PRDS പ്രത്യക്ഷരക്ഷ ദൈവസഭ. ഇതിൽ പീനെ ഒന്ന് തിരിച്ചിട്ടാൽ 9 പോലെ ഇരിക്കൂലേ? അപ്പോൾ 1909 അങ്ങനെ കണക്ട് ചെയ്ത് വയ്ക്കാം. അടുത്ത ചോദ്യമാണ്. വിച്ച് ഇസ് ദ ഫോളോയിങ് പേർ ഈസ് റോങ് ആയിട്ടുള്ള പെയർ ഏതെന്നാണ്? അൽ അമീൻ, സമദർശി, യുക്തിവാദി, മിതവാദി. ഏതാണ് തെറ്റായിട്ടുള്ള പേർ? ഏതാണ് റോങ് ആയിട്ടുള്ള? ഇതിന് ചെറിയൊരു കോഡ് തരാം. 2024 100-ാം വർഷം ആഘോഷിച്ച ഒരു പത്രമാണ്. ഓക്കെ, സ്ഥാപിച്ചിട്ട് 100 വർഷം ആയി എന്ന് ആഘോഷിച്ച ഒരു പത്രമാണ്. ഏതാണ്? അതായത് 1924 സ്ഥാപിതമായ ഒരു പത്രമാണ്. ഇതിൽ തെറ്റായിട്ടുള്ളത് കോഴിക്കോട് വെച്ച് സ്ഥാപിതമായ ഒരു പത്രമാണ്. അബ്ദുൾ റഹ്മാൻ സാഹിബ് സ്ഥാപിച്ച പത്രമാണ്. ഓപ്ഷൻ എ ആണ് തെറ്റായിട്ടുള്ളത്. ഓക്കെ, അൽ അമീൻ സ്ഥാപിച്ചത് അബ്ദുൾ റഹ്മാൻ സാഹിബ്. ഓക്കെ, അബ്ദുൾ റഹ്മാൻ സാഹിബ് 1924 കോഴിക്കോട് വെച്ചാണ്. അതുപോലെ തന്നെ സമദർശി ആരാണ്? ബാലകൃഷ്ണ പിള്ളയെയാണ് സ്ഥാപിച്ചത്. കറക്റ്റാണ്. അതുപോലെ തന്നെ യുക്തിവാദി ആരാണ്? അയ്യപ്പൻ്റെയാണ്. അയ്യപ്പൻ്റെയാണ് യുക്തിവാദി. മിതവാദി സി കൃഷ്ണൻ. ഓക്കെ, മിതവാദി സി കൃഷ്ണൻ. പോയിന്റുകൾ നോക്കണം. സമദർശി ബാലകൃഷ്ണ പിള്ളൈ, യുക്തിവാദി അയ്യപ്പൻ, മിതവാദി സി കൃഷ്ണൻ. അൽ അമീൻ എന്ന് പറയുന്ന ആരാണ്? അബ്ദുറഹ്മാൻ സാഹിബ് 1924 സ്ഥാപിച്ചു. 2024 എന്താണ്? 100 വർഷമായി. ഓക്കെ, നാലാമത്തെ ചോദ്യമാണ്. വിച്ച് എമംഗ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ വർക്ക് ഓഫ് ശ്രീനാരായണ ഗുരു? കണ്ട, ഇത് ഒരേ മാസം തന്നെ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്ത് കേൾക്കുന്നുണ്ട്. നമ്മൾ ആദ്യം പറഞ്ഞ ചോദ്യമാണിത്. ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതികൾ അവിടെ പറഞ്ഞ ചോദ്യമാണ്. ഫസ്റ്റ് ഓപ്ഷൻ എ ദർശനമാല ഉണ്ടെന്നറിയാം. അടുത്ത ഓപ്ഷൻസ് നോക്കാം.
വേദാന്തസാരം, ആത്മോപദേശതകം, കാളി നാടകം. ഇതിലേതൊക്കെയാണ്? ഓപ്ഷൻ ബി ആണ് വരാത്ത. ഓക്കെ, കാളി നാടകം നമ്മുടെ ശ്രീനാരായണ ഗുരുവിൻ്റെയാണ്. അതുപോലെ തന്നെ ആത്മോപദേശ ശതകവും ശ്രീനാരായണ ഗുരുവിൻ്റെയാണ്. ഓക്കെ, അഞ്ചാമത്തെ ചോദ്യമാണ്, വിച്ച് എമംഗ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ എബൌട്ട് പണ്ഡിറ്റ് കെ പി കറുപ്പൻ? ഓക്കെ, പണ്ഡിറ്റ് കെ പി കറുപ്പനുമായിട്ടുള്ള ട്രൂ ആയിട്ടുള്ള ഏതാണ്? ഹി ഓർഗനൈസ്ഡ് ദി പീപ്പിൾ ഓഫ് ഹിസ് കമ്മ്യൂണിറ്റി ഇൻ ടു റീജിയണൽ ഗ്രൂപ്പ്സ് കാൾഡ് സഫാസ്. ഓക്കെ, സഫാസ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിൽ, അയാൾ കമ്മ്യൂണിറ്റിയിൽ പറഞ്ഞ ഗ്രൂപ്പിലെ. അടുത്താണ്, ഹി വാസ് ദി ഓദർ ഓഫ് ജാതിക്കുമ്മി ദാറ്റ് ക്രിട്ടിസൈസ്ഡ് ദി കാസ്റ്റ് സിസ്റ്റം. ജാതിക്കുമ്മിയുടെ ഇത് എഴുതിയത് പണ്ഡിറ്റ് കെ പി കറുപ്പൻ എന്നാണ് പറയുന്നത്. ദ കിങ് ഓഫ് കൊച്ചി ഓണേർഡ് ഹിം വിത്ത് ദി ടൈറ്റിൽ കവിത്തിലകം. കവിത്തിലകം എന്നൊരു സ്ഥാനപ്പേര് നൽകി കൊച്ചി രാജാവ്. ഏതൊക്കെയാണ് കറക്റ്റ് ആൻസർ? ഏതൊക്കെയാണ്? ഏതാണ്? ഓപ്ഷൻ എ ആണ്. ഓക്കെ, 3 സ്റ്റേറ്റ്മെൻറ്റിലും കറക്റ്റാണ്. ഓക്കെ, സഫാസ് എന്ന പേരിൽ സ്വന്തം ജാതിയിൽപ്പെട്ട, സ്വന്തം കമ്മ്യൂണിറ്റിയിൽപ്പെട്ട എന്താണ് ഒരു പ്രാദേശിക സംഘടന രൂപീകരിച്ചു പണ്ഡിറ്റ് കെ പി കറുപ്പൻ. അതുപോലെ തന്നെ ജാതിക്കുമ്മി പണ്ഡിറ്റ് കെ പി കറുപ്പൻ്റെയാണ്. കൊച്ചി രാജാവിൻ്റെ എന്ത് കവിത്തിലകം എന്നൊരു പട്ടവും കൂടി ലഭിച്ചിട്ടുണ്ട്. അതുകൂടി ഒന്ന് ഓർക്കണം. 5 ഓപ്ഷൻ എ ആണ്. ആറാമത്തെ ചോദ്യം, നെയിം ദി വുമൺ ഫ്രീഡം ഫൈറ്റർ ഹു പാർട്ടിസിപ്പേറ്റഡ് ഇൻ സിവിൽ ഡിസ്ഒബീഡിയൻസ് മൂവ്മെൻറ്റ് അറ്റ് കോഴിക്കോട്. കോഴിക്കോടിൽ നടന്ന നിയമലംഘന പ്രസ്ഥാനത്തിൽ പങ്കെടുത്ത വനിതാ നേതാവാരാണ്? ആൻഡ് ആൾസോ എലക്റ്റഡ് ഇൻ ടു ദി മദ്രാസ് ലെജിസ്ലേറ്റീവ് അസംബ്ലി ടോയ്സ്. 2 തവണ മദ്രാസ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്ത നവോത്ഥാന വനിത ആരെന്നാണ്? നവോത്ഥാന നായിക ആരെന്നാണ്? ആരാണ്? എ വി കുട്ടിമാളുവാണ്. ഓക്കെ, ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ഓപ്ഷൻ ബി, എ വി കുട്ടിമാൾ. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട 2 പോയിന്റുകളുണ്ട്. നെയിം ദി വുമൺ ഫ്രീഡം ഫൈറ്റർ ഹു പാർട്ടിസിപ്പേറ്റഡ് ഇൻ സിവിൽ ഡിസൊബീഡിയൻസ്, നിയമലംഘ പ്രസ്ഥാനത്തിൽ പങ്കെടുത്തതും അറ്റ് കോഴിക്കോട് വെച്ചാണ് പങ്കെടുത്തത്. അടുത്ത് നോക്കേണ്ടതാണ് മദ്രാസ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ 2 തവണ തിരഞ്ഞെടുക്കപ്പെട്ടതും കൂടിയായ വ്യക്തിയാണ് എ വി കുട്ടിമാളു. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത് കേട്ടോ. കാരണം ഇതിൽ നിന്നും വേറെ ക്വസ്റ്റ്യൻസ് കേൾക്കാൻ സാധ്യതയുള്ളൂ. മദ്രാസ് ലെജിസ്ലേറ്റീവ് അസംബ്ലി 2 തവണ തിരഞ്ഞെടുക്കപ്പെട്ടു. കോഴിക്കോട് നടന്ന നിയമലംഘന പ്രസ്ഥാനത്തിൽ പങ്കെടുക്കുകയും ചെയ്തത് എ വി കുട്ടിമാളു അമ്മയാണ്. ഓക്കെ, എ വി കുട്ടിമാളു അമ്മയാണ്. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറാണ്, വിദ്യാപോഷിണി സഭ സ്ഥാപിച്ചത് ആരെന്നാണ്? ആരാണ് വിദ്യാപോഷിണി സഹോദരൻ അയ്യപ്പനാണ്. ഓക്കെ, വിദ്യാപോഷിണി സഹോദരൻ അയ്യപ്പൻ. ഇനിയൊരു സ്ത്രീ വിദ്യാപോഷിണി ഉണ്ട്, അതാരുടെയാണ്? ഇത് സംഘടനയല്ല, ജസ്റ്റ് ഒരു കൃതി പോലെയാണ്. ഓക്കെ, ലഘു കാവ്യമാണ്. ഓക്കെ, സ്ത്രീകളുടെ ഇടയിൽ വിദ്യാഭ്യാസം പ്രചരിപ്പിക്കാൻ വേണ്ടി സ്ത്രീ വിദ്യാപോഷിണി എന്ന ലഘു കാവ്യം എഴുതിയതാരാണ്? അത് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. ഓക്കെ, ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. ഓക്കെ, ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് സ്ത്രീകളുടെ ഇടയിലെ വിദ്യാഭ്യാസം പ്രചരിപ്പിക്കാൻ വേണ്ടി സ്ത്രീ വിദ്യാപോഷിണി എന്ന ലഘുകാവ്യം എഴുതിയത്. അടുത്ത ക്വസ്റ്റ്യനാണ്, സ്റ്റേറ്റ്മെൻറ്റുകൾ വായിച്ചു നോക്കണം. നിയമലംഘന പ്രസ്ഥാനം നിസ്സഹരണ പ്രസ്ഥാനത്തിൽ നിന്ന് വ്യത്യസ്തമാണ്. നിയമലംഘന പ്രസ്ഥാനത്തിൽ ഏർപ്പെട്ട ജനങ്ങൾ ബ്രിട്ടീഷുകാരോട് സഹകരിക്കാതിരിക്കാൻ മാത്രമല്ല അവർ കൊണ്ടുവന്ന നിയമങ്ങൾ എതിർക്കുകയും ചെയ്തു. ശരിയായിട്ടുള്ളത് തിരഞ്ഞെടുക്കാനാണ്. ഏതാണ്? ഓപ്ഷൻ എ ആണ്. ഓക്കെ, 2 സ്റ്റേറ്റ്മെൻറ്റിലും ശരിയാണ്. 2 സ്റ്റേറ്റ്മെൻറ്റിൽ ശരിയാണ്. നമ്മുടെ LDCയുടെ ക്വസ്റ്റ്യനാണ് കേട്ടോ ഇത്. LDCയുടെ ക്വസ്റ്റ്യനാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സ്ത്രീ സർവകലാശാല എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഇന്ത്യയിലെ ആദ്യത്തെ സ്ത്രീ സർവകലാശാല എവിടെയാണ്? മഹാരാഷ്ട്രയിലെ പൂനെയിലാണ്. ഓക്കെ, പൂനെയിലാണ്. നമ്മൾ പൂനെയിൽ നിന്ന് മാത്രമേ പഠിച്ചിട്ടുള്ളൂ, മഹാരാഷ്ട്രയിലാണ്. ഓക്കെ, ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല, ഇന്ത്യയിലെ ആദ്യത്തെ സ്ത്രീ സർവകലാശാല മഹാരാഷ്ട്രയിലെ പൂനെയിലാണ്. ആരാണ് സ്ഥാപിച്ചത്? ആരാണ്? DK കാർവെയാണ്. ഓക്കെ, DK കാർവെ 1916 ഓക്കെ, 1916 സ്ഥാപിച്ചത്. അടുത്തയാണ് സ്വരാജ് പാർട്ടി സ്ഥാപിച്ചത് ആരൊക്കെയാണ്? ആരാണ് സ്വരാജ് പാർട്ടി? CR ദാസും മോത്തിലാൽ നെഹ്റുവും. ഓക്കെ, ഓപ്ഷൻ എ ആണ്, CR ദാസും മോത്തിലാൽ നെഹ്റുവും. 5ാമത്തെ ചോദ്യം, ഇംഗ്ലണ്ടിലെ രാജാവായ ജെയിംസ് രണ്ടാമൻ ഫ്രാൻസിലേക്ക് പലായനം ചെയ്തു. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റാണ്, വില്യവും മേരിയും അധികാരത്തിൽ വന്നു. ഏത് സംഭവവുമായി ബന്ധപ്പെട്ടതാണ്? ഏതാണ്? ഗ്ലോറിയസ് റവല്യൂഷൻ. ഓക്കെ, മഹത്തായ വിപ്ലവം, ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം. ഓക്കെ, ഗ്ലോറിയസ് റവല്യൂഷനുമായി ബന്ധപ്പെട്ടാണ്, ഇംഗ്ലണ്ട് വിപ്ലവവുമായി ബന്ധപ്പെട്ടാണ്. ഓക്കെ, ഇംഗ്ലണ്ടിലെ രാജാവായ ജെയിംസ് രണ്ടാമൻ ഫ്രാൻസിലേക്ക് പലായനം ചെയ്തു. മേരിയും വില്യമും അധികാരത്തിൽ വന്നു. ഓക്കെ,
അടുത്ത ക്വസ്റ്റ്യനാണ്, അതും നമ്മുടെ LDCയുടെ ക്വസ്റ്റ്യൻ തന്നെയാണ്. താഴെ പറയുന്നവൽ, അപ്പോൾ നമുക്ക് സ്പീഡിൽ ജസ്റ്റ് ഒന്ന് നോക്കി പോകാം ഹിസ്റ്ററി ഭാഗത്ത് നിന്നുള്ളത്. താഴെ പറയുന്നവൽ ആരാണ് കേരള ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമല്ലാതിരുന്നത്? ആരാണ്? AV കുട്ടിമാളു അമ്മ അറിയായിരിക്കും, അക്കാമ ചെറിയനെ അറിയായിരിക്കും, ആര്യ അസ്കറിനെ അറിയായിരിക്കും, സുനന്ദ അമ്മ. ഓക്കെ, ഓപ്ഷൻ ബി ആണ് ഉത്തരം. വന്ദേ മാതരം ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്നു? ഏത്? ഉറുദു പത്രമാണ്. ഓക്കെ, വന്ദേ മാതരം ഓപ്ഷൻ എ ആണ്, ഉറുദു പത്രമാണ്. മൂന്നാമത്തെ, മനുഷ്യന് ചില മൗലിക അവകാശങ്ങൾ ഉണ്ട്, അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെൻറ്റിനും അവകാശമില്ല. ആരുടെ വാക്കുകളാണ്? ഓക്കെ, മനുഷ്യൻ്റെ അവകാശങ്ങൾ ലോക്ക് ചെയ്ത് വയ്ക്കാൻ പറ്റൂലെന്ന് ഓർത്താൽ മതി. ജോൺ ലോക്ക്. ഓക്കെ, ലോക്ക്. 3A ആണ്. സന്യാസൻ്റെ തത്വങ്ങൾ ഏവയെന്നാണ്? സന്യാസം ആരാണ്? ഓക്കെ, DJക്കൊക്കെ പോകുമെന്ന് ഓർത്താൽ മതി. DJs. ഓക്കെ, DJ പാർട്ടിക്കൊക്കെ പോകും, DJസിനൊക്കെ പോകുമെന്ന് ഓർത്താൽ മതി. സന്യാസൻ ഏതൊക്കെയാണ്? ഓപ്ഷൻ സി ആണ്. ഓക്കെ, ദേശീയത, ജനാധിപത്യം. ദേശീയത, ജനാധിപത്യം, സോഷ്യലിസം. ഓക്കെ, DJs ദേശീയത, ജനാധിപത്യം, സോഷ്യലിസം. ഓക്കെ, ദേശീയത, ജനാധിപത്യം, സോഷ്യലിസം, DJs 1, 2, 3 ആണ് സന്യാസൻ്റെ തത്വങ്ങളാണ്. UN-ൽ ഇപ്പോൾ എത്ര അംഗങ്ങളാണ് ഉള്ളത്? എത്രയാണ്? കൺഫ്യൂഷൻ ആവല്ലേ, സിമ്പിൾ ചോദ്യം എന്നൊക്കെ തോന്നണമെങ്കിലും എക്സാം ഹാളിലുള്ള സ്ട്രെസ്സിൻ്റെ ഇടയിൽ, സ്ട്രെസ്സല്ല, എക്സാം ഹാളിലിരിക്കുമ്പോൾ തന്നെ ജസ്റ്റ് ഒരു കൺഫ്യൂഷൻ വരും. അപ്പോൾ കൃത്യമായിട്ട് ഈ പോയിന്റിലൊക്കെ പഠിച്ചു വയ്ക്കണം കേട്ടോ. അനുഭവം ഉള്ളതുകൊണ്ടാണ് പറയണത്. ഇങ്ങനത്തെ സിമ്പിൾ ചോദ്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ വിചാരിക്കും അയ്യോ ഇതൊക്കെ എന്തോന്ന്, ഇതൊക്കെ നിസ്സാരമെന്ന്. പക്ഷേ നമ്മുടെ 1.33 മാർക്ക് പോകാൻ കാരണമാകുന്നത് ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെയായിരിക്കും. തീർച്ചയായും ഒട്ടനവധി ക്വസ്റ്റ്യൻസൊക്കെ ഇങ്ങനെ നമുക്ക് ചോദിക്കാറുണ്ട്. സിമ്പിൾ ചോദ്യമാണ്. സിമ്പിൾ എന്ന് പറഞ്ഞാൽ ബേസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ PSC പഠിച്ച് തുടങ്ങിയ ഒരാളടുത്ത് കേട്ട് കഴിഞ്ഞാൽ അയാൾ തീർച്ചയായിട്ടും ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമായിരിക്കും. പക്ഷേ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഉദ്യോഗാർത്ഥിയുടെ അടുത്ത് കേട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അവ ഇരുന്ന് കൺഫ്യൂഷൻ അടിക്കും. അത് സ്വാഭാവികമായിട്ട്, കാരണം നമ്മുടെ ഒരു ലിമിറ്റേഷൻ ഉണ്ടല്ലോ എല്ലാത്തിനും. ഓക്കെ, അതേപോലെ എക്സാം ഹാളിലിരിക്കുമ്പോൾ എല്ലാം ഒരു കൺഫ്യൂഷൻ ആകുന്നത്. അപ്പോൾ ഇങ്ങനത്തെ സിമ്പിൾ ചോദ്യം, ബേസ് ലെവൽ ചോദ്യങ്ങൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി പോവുക കേട്ടോ. നമ്മളെല്ലാം നമ്മുടെ SCRT NCRT എല്ലാം അരച്ച് കലക്കി കുടിച്ച് പോകുമ്പം PSC ഇടയ്ക്ക് ഇങ്ങനത്തെ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പം അതും നമ്മൾ കളയാൻ പാടില്ല. കാരണം നമ്മളെ പിറകെ പറഞ്ഞ കോമ്പറ്റീറ്റേഴ്സ് എല്ലാം ഈ ക്വസ്റ്റ്യനെല്ലാം ആൻസർ അടിക്കണമുണ്ട്. അപ്പം നമ്മളും അതിനൊക്കെ ഇങ്ങനെ അടിക്കണം. ഞാൻ പറഞ്ഞത് എനിക്കും ഇങ്ങനെ അബദ്ധം സംഭവിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് പറയണത്. ഇതുപോലെ ചെറിയ ഈസി ആയിട്ടുള്ള ബേസിക് ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ തെറ്റിക്കാറുണ്ട്. പക്ഷേ അങ്ങനെയല്ല, നമ്മൾ റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങൾ ചിലപ്പോൾ അവിടെ നിന്ന് അടിച്ചിട്ട് വരാറുണ്ട്. ഓക്കെ, റാങ്ക് മേക്കിംഗ് ചോദ്യം നമ്മൾ ചിലപ്പം എങ്ങനെയാണ് കറക്കി കുത്തിയോ അല്ലെങ്കിൽ എലിമിനേഷൻ ടെക്നിക്ക് ഉപയോഗിച്ചോ നമ്മൾ കറക്റ്റ് ഉത്തരം എഴുതിക്കൊണ്ട് വരാറുണ്ട്. പക്ഷേ ഇങ്ങനത്തെ ബേസിക് ചോദ്യങ്ങൾ നമുക്ക് തെറ്റാറുണ്ട്. അപ്പം അങ്ങനത്തെ ചോദ്യങ്ങൾ നമ്മൾ നോക്കിക്കൊണ്ട് പോകണം. അതുകൊണ്ടാണ് ജസ്റ്റ് പറഞ്ഞത്. അനുഭവം ഗുരു എന്നാണല്ലോ. ഓക്കെ, UN-ൽ ഇപ്പോൾ എത്ര അംഗങ്ങളാണുള്ളത്? 193 ആണ്. അടുത്താണ് ഒന്നാം നാങ്കിങ് ഉടമ്പടി. ഈ ഒന്നാം കറുപ്പ് യുദ്ധം അവസാനിപ്പിച്ച ഉടമ്പടി നാങ്കിങ് ഉടമ്പടി. ഓക്കെ, 6A ആണ്. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ നമ്മുടെ സെപ്റ്റംബർ മാസം PSC നടത്തിയിട്ടുള്ള പ്രധാന എക്സാമുകളുടെ ഹിസ്റ്ററി ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ തന്നെയാണ്. അപ്പോൾ മറ്റുള്ളവരിൽ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിലും